അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. വിശുദ്ധ ഇസ്ലാം അത് എല്ലാ വിഷയങ്ങളിലും മിതത്വം പാലിക്കണമെന്ന് നമ്മോട് പഠിപ്പിക്കപ്പെട്ട സുന്ദരമായ മതമാണ്. അങ്ങനെ മിതത്വം പാലിക്കുക വഴി വസ്തുക്കൾ വേസ്റ്റാക്കി കളയുന്നതിന് തൊട്ട്, എന്നാൽ ആവശ്യമായ വസ്തുക്കൾ തികയാതിരിക്കുന്നതിന് തൊട്ടൊക്കെ നമുക്കത് വലിയ സംരക്ഷണം നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഭക്ഷണമാണെങ്കിലും മറ്റേത് വസ്തുക്കളാണെങ്കിലും അതിൽ നാം മിതത്വം പാലിക്കണം. നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന വസ്തുക്കളാണെങ്കിലും അതിൻ്റെ അളവിലും തൂക്കത്തിലും കൃത്യതയോടുകൂടെ അക്കാര്യങ്ങൾ നാം നിർവഹിക്കുകയാണ് എങ്കിൽ ഒരിക്കലും ഭക്ഷണമാണെങ്കിലും മറ്റുള്ള വസ്തുക്കളാണെങ്കിലും വേസ്റ്റായി കളയുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. കണക്കും കയ്യുമില്ലാതെ നാം ഭക്ഷണമുണ്ടാക്കി പക്ഷേ അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ, അതല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച പരിപാടിയിൽ പങ്കെടുക്കാതെ ഭക്ഷണങ്ങൾ വേസ്റ്റായി കളയുന്നൊരവസ്ഥ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത് കാരണം കൃത്യതയില്ലാതെ, അതല്ലെങ്കിൽ വേണ്ട രൂപത്തിൽ അതിൻ്റെ അളവിലും തൂക്കത്തിലും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാതെ ഉപയോഗിക്കപ്പെടുമ്പോഴാണ് ഇത്തരം സാഹചര്യങ്ങൾ വന്നുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശമുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനായ മിഖ്താദ് ബിൻ മഅദി കരീബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നതായി കാണാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, കീലു തആമക്കും യുബാറകു ലക്കും ഫീഹി. നിങ്ങൾ ഭക്ഷണങ്ങൾ അത് അളന്നുകൊണ്ടായിരിക്കണം അത് തയ്യാറാക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ അല്ലാഹു തആല നിങ്ങൾക്കതിൽ ബറക്കത്ത് ചെയ്യും. വീട്ടിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം നമുക്കറിയാം, അവർക്ക് ആവശ്യമായ ഭക്ഷണത്തിൻ്റെ അളവും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അളവനുസരിച്ച് നാം എത്രയാണോ സാധാരണ ഉപയോഗിക്കാറുള്ളത്, ഒരു ഗ്ലാസ് അതല്ലെങ്കിൽ ഒരു പ്രത്യേക പാത്രത്തിൽ ആ ഒരു പാത്രത്തിന് ഇത്ര അളവ്, ആ അളവനുസരിച്ച് നാം ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വീട്ടിലുള്ളവർക്ക് സുഭിക്ഷമായി അത് ഭക്ഷണം കഴിക്കാം. അത് വേസ്റ്റായി തെങ്ങുകുഴിയിലോ മറ്റൊക്കെ കൊണ്ടുകളയേണ്ട ഒരവസ്ഥ, ഭക്ഷണം വേസ്റ്റാക്കി കളയുന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല. എന്നാൽ ആളുകൾക്ക് തികയാത്തൊരവസ്ഥ അതും ഉണ്ടാവുകയില്ല. നാം അളന്ന് കറക്റ്റാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ. നേർമറിച്ച് അളക്കാതെയാണ് ഭക്ഷണം തയ്യാറാക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അത് കൂടുതലാവാനോ അതല്ലെങ്കിൽ പറ്റ കുറഞ്ഞു പോകാനൊക്കെ അത് കാരണമായി തീരുമല്ലോ. അതുകൊണ്ട് തന്നെ എപ്പോഴും അളവ് കൃത്യമായി നോക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളത് അത് അല്ലാഹു തആല ബറക്കത്ത് ചെയ്യാൻ അത് കാരണമാണെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ഖുർആൻ തന്നെയും നമ്മോട് പറയുന്നുണ്ട്, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. അതേ ഹൈറായ രൂപത്തിൽ ചെലവഴിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറയുന്നുണ്ട്, അവർ അമിതമായി ചെലവഴിക്കുകയോ എന്നാൽ പിടിച്ചു വെച്ച് പിശുക്കത്തരം കാണിക്കുകയോ ചെയ്യുകയില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യനില സ്വീകരിക്കുന്നവരാണ് അവർ എന്ന് ഖുർആൻ തന്നെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മധ്യനില സ്വീകരിക്കുക എന്നുള്ളത് അതായിരിക്കണം. നാം ഭക്ഷണങ്ങൾ തയ്യാറാക്കുമ്പോഴാണെങ്കിലും മറ്റേത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒരു മധ്യനില സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ വസ്തുക്കൾ നശിച്ചു പോകാതിരിക്കാനും എന്നാൽ ആ വസ്തുക്കൾ ആവശ്യമായ രൂപത്തിൽ ആവശ്യക്കാർക്ക് തികയാത്തൊരവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഈ അളന്നും തൂക്കിയും കൃത്യതയോടുകൂടെ ചെലവഴിക്കുക എന്നുള്ളത് അത് ഉപകാരപ്പെടുമെന്ന് ഇത്തരം ആയത്തുകളും ഹദീസുകളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല നന്മയിലായി നല്ല കാര്യങ്ങളിലായി ഹൈറായ പ്രവർത്തനങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനും അല്ലാഹു പൊരുത്തപ്പെടാത്ത ഇസ്റാഫ് പോലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും റബ്ബ് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.